നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാന് ഏപ്രിൽ 6 എന്ന ഡെഡ് ലൈൻ പ്രഖ്യാപിച്ച ഡൊണാൾഡ് ട്രംപ് തന്റെ സൈന്യത്തെ ടെഹ്റാൻ ലക്ഷ്യമാക്കി അയച്ചുകൊണ്ടിരിക്കുന്നു. അറബിക്കടലിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഇരമ്പുകയാണ്. ഏപ്രിൽ 6 അത് നിർണായക ദിനമാണ്. ഇറാൻ എന്ത് തീരുമാനിക്കുന്നോ അത് ആശ്രയിച്ചിരിക്കും പശ്ചിമേഷ്യയിലെ ഓരോ നീക്കവും. അമേരിക്കൻ സൈന്യം നേരിട്ട് യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. 24 മണിക്കൂർ സമയം തരും, ഗൾഫിലേക്കുള്ള ആക്രമണം നിർത്തിവെക്കണം എന്നുള്ള മുന്നറിയിപ്പും ഇപ്പോൾ ട്രംപ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഭീഷണി വേണ്ട, ട്രംപ് പോയി പണി നോക്കുന്ന മറുപടിയാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. പേ പിടിച്ച അമേരിക്കൻ ഇസ്രയേൽ കൂട്ടത്തിനു മുന്നിൽ കീഴടങ്ങാൻ ഇറാനെ കിട്ടില്ല. അതിശക്തമായി പോരാടുക തന്നെ ചെയ്യും. നിങ്ങളെ മുട്ടുകുത്തിച്ചിട്ടേ ഈ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് ഇറാൻ കട്ടായം വെല്ലുവിളിക്കുമ്പോൾ ഏപ്രിൽ 6 വരെ കാത്തിരിക്കുക എന്ന തന്ത്രത്തിൽ തന്നെ ഉറച്ച് ഡൊണാൾഡ് ട്രംപ്. ഇതിനിടയിൽ സൈന്യത്തെ ഇറക്കിയും മാരകായുധങ്ങൾ പുറത്തെടുത്തും ഇറാനെ ഭയപ്പെടുത്തുക. ഇറാന് ഭയപ്പെട്ട് പിന്മാറേണ്ടി വരും, കീഴടങ്ങുമെന്ന കണക്കുകൂട്ടലിലാണ് അമേരിക്ക ഇപ്പോഴും ഉള്ളത്. അമേരിക്കയുടെ ഈ നിലപാടിനോട് കടുത്ത എതിർപ്പിൽ നിൽക്കുകയാണ് ഇസ്രയേൽ. എത്രയും പെട്ടെന്ന് ഇറാനെ കയറി അടിക്കുക എന്നുള്ള നിലപാടാണ് ഇസ്രയേൽ സ്വീകരിച്ചിരിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു ട്രംപുമായി ഫോണിലൂടെ സംസാരിച്ചപ്പോഴും ഇതേ കാര്യം തന്നെയാണ് ആവർത്തിച്ചു പറഞ്ഞത്. ഇസ്രയേലിന്റെ ലക്ഷ്യം ഇറാനെ പൂർണ്ണമായും തരിപ്പണമാക്കുക എന്നുള്ളതാണ്. അവർ ഇനി ഒരിക്കലും ശക്തരാകരുത്. ജൂതരാഷ്ട്രത്തിന് നേരെ വിരൽ ചൂണ്ടാൻ പോലും ഇറാൻ ശക്തി കാണിക്കരുത് എന്നുള്ളതാണ് ഇസ്രയേലിന്റെ ആവശ്യം. അതുകൊണ്ട് തന്നെ കിട്ടുന്ന അവസരത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇറാന്റെ ആയുധ സൈനിക ശക്തി കുറയ്ക്കുക എന്നുള്ളതാണ് ഇസ്രയേലിന്റെ തന്ത്രം. ഇസ്രയേലിന്റെ ഈ ഒരു തന്ത്രത്തിന് അമേരിക്കയുടെ മൗനാനുവാദമുണ്ട്. ട്രംപ് ഒരു വഴിക്കൂടെ ഏപ്രിൽ 6 എന്ന ഡെഡ് ലൈൻ ഇട്ടിട്ടുണ്ടെങ്കിലും മറ്റൊരു വഴിക്കൂടെ ഇസ്രയേൽ അതിശക്തമായ ആക്രമണമാണ് ഇറാനിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. IRGC തലവന്മാരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. അതിന്റെ കൂട്ടത്തിൽ IRGC സൈനികരെ കൊന്നൊടുക്കുക, അവരുടെ തല പിളർക്കുക എന്നുള്ള ഉത്തരവാണ് ബെഞ്ചമിൻ നെതന്യാഹു IDFന് കൊടുത്തിരിക്കുന്നത്. ഇറാൻ അതിശക്തമായി ഇപ്പോഴും ഗൾഫിലേക്കും ഇസ്രയേലിലേക്കും ആഞ്ഞടിക്കുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ ഇസ്രയേലിന് കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. ഇറാൻ പൂർണ്ണമായും വീണിട്ടില്ല എന്നുള്ളത്. ഇപ്പോഴും അവരുടെ ശക്തി ക്ഷയിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടതോടെയാണ് ഇസ്രയേൽ അതിമാരകമായ ആക്രമണങ്ങൾ ഇറാനിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹൂതി വിമതർ ഇറാൻ യുദ്ധത്തിലേക്ക് പ്രവേശിച്ചതോടെ മിഡിൽ ഈസ്റ്റ് പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ്. സമുദ്രമേഖലകളിലെല്ലാം ഹൂതികളെ ഇറക്കി ശത്രുക്കളെ വേട്ടയാടുക എന്നുള്ള ഒരു നീക്കമാണ് ഇറാൻ പുറത്തെടുത്തിരിക്കുന്നത്. എണ്ണവില കുതിച്ചുയരുകയാണ്. ഓഹരികൾ വീണ്ടും ഇടിഞ്ഞു. അമേരിക്ക കരസേനയെ അയക്കുമോ എന്ന നിക്ഷേപകരുടെ ആശങ്ക വർദ്ധിച്ചിരിക്കുകയാണ്. സംഘർഷം 5ാം ആഴ്ചയിലേക്ക് നീങ്ങിയപ്പോൾ ഇസ്രയേലിലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ക്രൂയിസ് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ഒരാക്രമണം നടത്തിയതായി യമനിലെ ഹൂതി വിമതർ പറഞ്ഞതോടെ സംഘർഷം വർദ്ധിക്കും എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. യുദ്ധം ചെങ്കടലിലേക്ക് വ്യാപിപ്പിക്കുമെന്ന ആശങ്ക ഈ ആക്രമണങ്ങൾ ഉയർത്തുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് ഒഴിവാക്കാൻ സൗദി അറേബ്യ തങ്ങളുടെ എണ്ണ കയറ്റുമതിയുടെ ഭൂരിഭാഗവും വഴിതിരിച്ചുവിട്ടു. അതിലൂടെയാണ് 20% ക്രൂഡ്, ഗ്യാസ് എന്നിവ കടന്നുപോകുന്നത്. ആക്രമണത്തിൽ അയവില്ലാതെ പശ്ചിമേഷ്യൻ യുദ്ധം 1 മാസം പിന്നിടുമ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ വ്യാപക ആക്രമണം തുടരുകയാണ് ഇറാൻ. കഴിഞ്ഞ ദിവസം പുലർച്ചെ മുതൽ രാത്രി വൈകുവോളം കൃത്യമായ ഇടവേളകളിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ വ്യോമാക്രമണം തുടർന്നു. ശനിയാഴ്ച ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ UAEയിലും ബഹ്റൈനിലെയും അലൂമിനിയം ഉൽപാദന കമ്പനികൾക്കാണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ബഹ്റൈൻ കമ്പനിക്ക് നേരെ നടന്ന ആക്രമണത്തിൽ 2 ജീവനക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അലൂമിനിയം ഉൽപാദകരാണ് ആൽബ. അതേസമയം കുവൈറ്റിലെ ഒരു പവർ സ്റ്റേഷനിലും ഉപ്പുവെള്ള നിർമ്മാർജ്ജന പ്ലാന്റിലും ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ തൊഴിലാളി കൊല്ലപ്പെട്ടതിനെ ഖത്തർ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. അബുദാബിയിലെ ഖലീഫ ഇക്കണോമിക് സോണിലെ ആക്രമണത്തിൽ എമിറേറ്റ്സ് ഗ്ലോബൽ അലൂമിനിയം കമ്പനിക്കാണ് നാശനഷ്ടം നേരിട്ടത്. യഥാർത്ഥ നഷ്ടക്കണക്ക് ശേഖരിച്ചു വരുന്നതേയുള്ളൂവെന്ന് അധികൃതർ അറിയിച്ചു. ബഹ്റൈനിൽ കഴിഞ്ഞ ദിവസം മുതൽ വൈകുന്നേരം 6-നും പുലർച്ചെ 4-നും ഇടയിൽ കപ്പൽ, ബോട്ട് യാത്രക്കാർക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. കടൽ യാത്രികരുടെ സുരക്ഷയെ കരുതിയാണ് യാത്രാ നിരോധനമെന്ന് ബഹ്റൈൻ അറിയിച്ചു. UAEക്ക് നേരെ 16 ബാലിസ്റ്റിക് മിസൈലുകളും 42 ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ഇറാൻ ആക്രമണം നടത്തിയത്. ബഹ്റൈനിൽ 6 ഡ്രോണുകളാണ് കഴിഞ്ഞ ഒരു ദിവസം മാത്രം ഇറാൻ ഉപയോഗിച്ചത്. കുവൈറ്റ് യൂണിവേഴ്സിറ്റിയുടെ അക്കാദമിക്
എബിലീറ്റ്സ് ടെസ്റ്റുകൾ മാറ്റിവെച്ചതായി സർവകലാശാല അറിയിച്ചിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം സലാല തുറമുഖത്ത് നടന്ന വ്യോമാക്രമണത്തിന് പിന്നിൽ ആരെന്ന സംശയം ഉന്നയിച്ച് ഒമാൻ രംഗത്ത് വന്നിട്ടുണ്ട്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ലെന്നും അക്രമികളെ സംബന്ധിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഒമാൻ അറിയിച്ചു. ഇത് ഇറാന്റെ വ്യോമാക്രമണമെന്ന ആദ്യ നിലപാട് ഒമാൻ തിരുത്തി. ആക്രമണത്തിൽ സലാല തുറമുഖത്തെ ക്രെയിൻ തകർന്നിരുന്നു. ദോഹ ആസ്ഥാനമായ അൽ അറബി ടിവിയുടെ ടെഹ്റാൻ ഓഫീസിന് നേരെ ഇസ്രയേൽ US സേന നടത്തിയ വ്യോമാക്രമണത്തിൽ ഖത്തർ കടുത്ത പ്രതിഷേധം അറിയിച്ചു. വാണിജ്യ സമുച്ചയത്തിന് നേരെ നടന്ന ആക്രമണം മാധ്യമപ്രവർത്തകരുടെ ജീവൻ അപകടത്തിലാക്കിയിരുന്നു. ഇവിടെ 10 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വടക്കൻ ഇറാനിലെ കിയാഷർ മേഖലയിലെ ദസ്തക് ഗ്രാമത്തിലുണ്ടായ വ്യോമാക്രമണത്തിൽ ഇറാൻ ആണവ ശാസ്ത്രജ്ഞനായ മുഹമ്മദ് റിസാക്കിയെയും ഭാര്യയും ഏതാനും റവല്യൂഷണറി ഗാർഡ് കമാൻഡർമാരും കൊല്ലപ്പെട്ടതായി ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു. ആണവ ഭൗതിക ശാസ്ത്രത്തിലും അറ്റോമിക് എഞ്ചിനീയറിംഗിലും വൈദഗ്ധ്യം നേടിയ ആണവ ശാസ്ത്രജ്ഞനായിരുന്നു മുഹമ്മദ് റിസാക്കിയ. ഏതാനും സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുമായി അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നു. ഇറാൻ ആണവ ഗവേഷണ കേന്ദ്രങ്ങളിൽ ഉപയോഗിക്കുന്ന പ്രധാന സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിലും ഇദ്ദേഹം പങ്കാളിയായിരുന്നു. ടെഹ്റാനിലെ റവല്യൂഷണറി ഗാർഡ് കമാൻഡറായ അബ്ബാസ് കറമിയും അഹ്വാസിലെ ബാസിജ് കമാൻഡറായ സയ്യിദ് സൻഗനയും കൊല്ലപ്പെട്ടതായും ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു. തെക്കൻ ഇറാനിലെ ബന്ദർ അബ്ബാസ് നഗരത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ റവല്യൂഷണറി ഗാർഡ് നാവിക ഇന്റലിജൻസ് മേധാവി ബഹ്നാം റിസായിയും റവല്യൂഷണറി ഗാർഡ് നാവിക കമാൻഡർ അലി റിസ തങ്സീരിയും കൊല്ലപ്പെട്ടിരുന്നു. ഈ ആക്രമണം നടന്നതിന് ശേഷം ഇറാന്റെ തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നതും IRGCയുടെ ഇപ്പോഴത്തെ ശക്തി കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിനുമുള്ള ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. 28-ന് ആക്രമണം തുടങ്ങിവെച്ച ഇസ്രയേൽ ലക്ഷ്യം വെച്ചത് ഇറാൻ റവല്യൂഷണറി ഗാർഡിലെ ഉന്നതരെയും അതുപോലെ തന്നെ ഇറാൻ ഭരണകൂടത്തിലെ ഉന്നതരെയുമായിരുന്നു. അങ്ങനെയായിരുന്നു ആയത്തുള്ള അലി ഖമനേയി ഉൾപ്പെടെ കൊല്ലപ്പെടുന്നത്. നേതൃത്വം തന്നെ ഇല്ലാതെ പ്രതിസന്ധിയിലായി ഇറാൻ ഒന്ന് ഭയപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് IRGCയുടെ തലപ്പത്തേക്ക് അതിശക്തരെയാണ് ഇറാൻ കൊണ്ടുവന്നത്. ഇതോടുകൂടി ഇവരാണ് ഇപ്പോൾ ആക്രമണം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. ഇതോടുകൂടിയാണ് അതിശക്തമായ ആക്രമണം ഗൾഫിലേക്കും ഇസ്രയേലിലേക്കും ഇറാൻ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക ഇപ്പോഴും ഒന്ന് മയപ്പെട്ട് നിൽക്കുകയാണ്. എന്തായിരിക്കും തീരുമാനം എന്നുള്ളതിൽ. വെടിനിർത്തലിന് ഇറാൻ തയ്യാറാകുമോ, സമാധാന ചർച്ചയ്ക്ക് തയ്യാറാകുമോ തുടങ്ങിയ കാര്യങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക. അതുകൊണ്ട് തന്നെയാണ് ഏപ്രിൽ 6 വരെ സമയം അനുവദിച്ചു കൊടുത്തിരിക്കുന്നതും. എന്നാൽ അതിനിടയിൽ ഇറാൻ കൈവിട്ട കളിക്ക് നിന്നു കഴിഞ്ഞാൽ അമേരിക്ക അതിശക്തമായി ആക്രമണം നടത്തും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. എന്തായാലും ഇടവിട്ട് ഇസ്രയേൽ ഇറാനിലേക്ക് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രയേൽ ലക്ഷ്യം വെക്കുന്നതും റവല്യൂഷണറി ഗാർഡിലെ ഇപ്പോഴത്തെ തലവന്മാരെയാണ്. റവല്യൂഷണറി ഗാർഡ് കമാൻഡർ മുഹമ്മദ് പഗ്പൂർ, സായുധ സേന ചീഫ് ഓഫ് സ്റ്റാഫ് അബ്ദുറഹീം മുസവി എന്നിവർ കൊല്ലപ്പെട്ടത് റവല്യൂഷണറി ഗാർഡിനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. എന്നാൽ ഇതിന് ശേഷമാണ് തീവ്ര നിലപാടുകാരെയാണ് IRGCയുടെ തലപ്പത്തേക്ക് കൊണ്ടുവന്നത്. മുജ്തബ ഖമനേയിക്ക് വേണ്ടി ഇപ്പോൾ രഹസ്യ നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ. മുജ്തബ ജീവനോടെ ഉണ്ടോ എന്നുള്ളതാണ് ഇസ്രയേലിന് അറിയേണ്ടത്. കൊല്ലപ്പെട്ടു എന്ന് ട്രംപ് പറയുമ്പോഴും അതിൻ്റെ തെളിവുകളൊന്നും തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല. ഇറാൻ ഇത് പ്രഖ്യാപിച്ചിട്ടുമില്ല. അതായത് മുജ്തബ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. മുജ്തബ ജീവനോടെ ഇരിക്കുന്നത് ഇസ്രയേലിന് ആപത്താണെന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിന് അറിയാം. അതുകൊണ്ട് തന്നെ ആ തലയും കൂടി എടുക്കാനുള്ള ഒരു നീക്കമാണ് ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുജ്തബ ഖമനേയി റഷ്യയിലുണ്ട് എന്നുള്ള ചില വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ അതിനൊന്നും സ്ഥിരീകരണമില്ല. ഇയാൾ ഇറാനിൽ തന്നെ ഉണ്ട് എന്നുള്ള ചില വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും മുജ്തബ ഇപ്പോഴുള്ള സുരക്ഷിത ഇടത്തിൽ നിന്ന് തല പുറത്തേക്കിട്ടാൽ തല ചിതറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ആ തല എടുക്കാൻ ഇറങ്ങിയിരിക്കുന്നത് മൊസാദാണ്. ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും മുജ്തബയെ അവിടെ കയറി തൂക്കും മൊസാദ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.